വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്ര താളുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ജന്മി കുടിയാൻ സമരങ്ങൾക്കും ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾക്കും നേതൃത്വം നൽകിയ വള്ളുവനാടിന്റെ വീരപുത്രന്മാരായ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും MP നാരായണ മേനോന്റെയും ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രകാശനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്താളുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജന്മി കുടിയാൻ സമരങ്ങൾക്കും ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾക്കും ധീരോദാത്തമായ നേതൃത്വം നൽകിയ വള്ളുവനാടിൻ്റെ വീരപുത്രന്മാരായ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും MP നാരായണ മേനോന്റെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും ജീവിതങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡിജിറ്റൽ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിനെതിരെ ഹിന്ദു മുസ്ലിം ഐക്യത്തോടെ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ നയിച്ച കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും MP നാരായണ മേനോന്റെയും ചരിത്രങ്ങൾ വരും തലമുറയ്ക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് ഡിജിറ്റൽ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിരിക്കുന്നത്. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഡോക്യുമെൻ്ററിയുടെ പ്രകാശനം നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായുള്ള ലഹളയ്ക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിന് വിധേയമായ വള്ളുവനാടിൻ്റെയും ഏറനാടിൻ്റെയും മുന്നേറ്റ ചരിത്രം പഠന വിധേയമാക്കേണ്ടതാണെന്ന് VD സതീശൻ പറഞ്ഞു. നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാലഘട്ടമാണ് ഈ ലഹളയ്ക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ. വിദ്യാഭ്യാസവും ആരോഗ്യവും ഒന്നും, ഒരു ആശുപത്രികളോ സ്കൂളുകളോ ഒന്നും പ്രവർത്തിക്കാതെ പട്ടിണി മാത്രമായ ദുരിതമായി, പട്ടിണിയില്ലാതെ ആളുകൾ, ഇത്രയും ആളുകൾ പലായനം ചെയ്ത് മദിരാശിയിൽ പോയി ഭിക്ഷ തേടും. അത്രയും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്നും വലിയൊരു തിരിച്ചുവരവാണ് ഈ കേരളത്തെയും ഈ വള്ളുവനാട് താലൂക്കിലെയും ജനത നടത്തിയ തിരിച്ചുവരവ്. അത് സത്യത്തിൽ വലിയ പഠന വിധേയമാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആ മാറ്റം. അധികാരമുള്ളവർക്കൊപ്പം നിന്ന് സാധാരണക്കാരെ അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സമരങ്ങൾ ആൾക്കൂട്ടങ്ങൾ ഏറ്റെടുത്തത് ചരിത്രമാണ്. ഇന്നും ആൾക്കൂട്ടങ്ങളാണ് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്തെ ആൾക്കൂട്ട സമരങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരുടെ മുന്നേറ്റങ്ങളായിരുന്നുവെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. മുഹമ്മദ് മുസ്ലിയാരും ഈ കാലത്തിൽ അദ്ദേഹം ജയിലിൽ പിടികൊടുത്തിട്ടില്ല. അദ്ദേഹം ഒരിക്കലും കീഴടങ്ങാതെ അദ്ദേഹം പോലീസ് അന്വേഷിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും കിട്ടിയിട്ടില്ല. അദ്ദേഹം ചിലപ്പോൾ തൊട്ടടുത്തുള്ള പോണ്ടിച്ചേരിയിലേക്ക് പോകും. പോണ്ടിച്ചേരി അന്ന് ഫ്രഞ്ച് അധീനതയിലാണ്. ബ്രിട്ടീഷുകാർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിർത്തിയാണ് നമ്മുടെ ബാക്കിയിലെത്തിയ പോണ്ടിച്ചേരിയായി, ഫ്രഞ്ച് അധീനതയായി. ബ്രിട്ടീഷുകാരെ നമ്മൾ നോക്കില്ല, അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു. അദ്ദേഹം ഗാന്ധിയൻ മാർഗത്തിൽ സഞ്ചരിച്ച ഒരാളാണ്. ഈ ലഹള അക്രമത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ അത് പോകരുത് എന്ന് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരാളാണ്. അന്ന് പറയാൻ പേടിയാണ് ആളുകൾ. കാരണം ഒരു വല്ലാത്ത ലഹള നടക്കുമ്പോൾ നിങ്ങൾ സമാധാനത്തിന്റെ മാർഗം അവലംബിക്കണം, നിങ്ങൾ തെറ്റായ അക്രമത്തിലേക്ക് പോകരുത് എന്ന് പറയാൻ പലരും മടിക്കും. കാരണം ആൾക്കൂട്ടമാണ്, അല്ലേ? ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ ഇന്നും ഇന്നത്തെ കാലത്തും പലർക്കും പേടിയാണ്, ആൾക്കൂട്ടത്തിന്റെ പേടി. നമ്മുടെ നാട്ടിൽ പല തീരുമാനങ്ങളും എടുക്കുന്നത് ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടമല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നേതൃത്വമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നേതൃത്വം തീരുമാനങ്ങൾ എടുക്കേണ്ടത് എങ്ങനെയാ? ശരിയേത് തെറ്റേത് എന്ന് വിവേചിച്ചറിഞ്ഞ് കൃത്യമായ ബോധ്യങ്ങളിൽ നിന്ന് നേതൃത്വം തീരുമാനം എടുക്കണം. ആ തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചിരിക്കണം. മഞ്ഞളാംകുഴി അലി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T അബ്ദുൽ കരീം, LSGD മലപ്പുറം ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മജീദ് M, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം HOD ഡോക്ടർ ശിവദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ജുവൈരിയ ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ജാഫർ വെള്ളേക്കാട്ട്, TK ശശീന്ദ്രൻ, ഫൗസിയ പെരുമ്പള്ളി, സംവിധായകൻ സുജിത് ഹുസൈൻ, GO കൃഷ്ണപ്രസാദ് VK തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ, സ്വാതന്ത്ര്യസമര പോരാളികളുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിൻ്റെ ഭാഗമായി കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും MP നാരായണ മേനോന്റെയും കുടുംബാംഗങ്ങളെ VD സതീശൻ
ആദരിച്ചു.